ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവൻ്റെ ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്തു ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയും 3 വറ്റൽമുളകും 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയുമാണ് ട്ടാ. സവാള കട്ട് ചെയ്യുന്നതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ട്ടാ. സവാള കട്ടി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടാ. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് സവാള കട്ട് ചെയ്യുന്നതൊന്നും ഈ വീഡിയോയിൽ കാണിക്കാത്തത് ട്ടാ. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ട്ടാ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം ട്ടാ. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച വറ്റൽമുളക് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ചട്ടകം എടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാ. അല്ലെങ്കിൽ വറവ് കൂടുതലായി കടുകും വറ്റൽമുളകും കരിഞ്ഞു പോകുട്ടാ. അതുകൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് ട്ടാ. നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടാ. സവാള ഒന്ന് മിക്സ് ആവാൻ വേണ്ടി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടാ. റവ വേവിക്കാൻ വേണ്ടി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാ. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഉപ്പുമാവ് കഴിച്ചാൽ കൂടുതലാവും. നെഞ്ചിരിച്ചിലും വയറ് വീർക്കലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ട്ടാ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തു ആ ചീനച്ചട്ടി മൂടി വെച്ചിട്ടാ. ഈ സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടാ. അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് റവത്തരി ഇട്ട് കൊടുത്തിട്ടാ. ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുത്തത് വറുത്ത റവയാണ്. 500 ഗ്രാം റവയിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വെച്ചു. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഉച്ചക്ക് അവർ ചോറ് കഴിക്കില്ല. അതുകൊണ്ടാണ് ചായക്കടി അവരെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് ട്ടാ. രാവിലത്തെ പലഹാരമായാലും അവർ കൂടുതൽ കഴിക്കൂല ട്ടാ. 1-2 ദോശ മാത്രം അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുള്ളൂ. അത് കൂട്ടുകാരും കൂടി കഴിക്കാനുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ കുറച്ച് മാത്രം കഴിക്കുകയുള്ളൂ. ഭക്ഷണം അവർ ഒരു നേരം മാത്രം കഴിക്കുകയുള്ളൂ ട്ടാ. ചോറിനോട് അവർക്ക് അത്ര താല്പര്യമില്ല ട്ടാ. അങ്ങനെ നമ്മുടെ റവയെല്ലാം ഇവിടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുത്തു. റവ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു. റവ പച്ചക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും വറുത്തിട്ട് റവ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ. എനിക്ക് കട്ട പിടിച്ച ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല ട്ടാ. പൊടി പോലത്തെ ഉപ്പുമാവിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ട്ടാ. ഉച്ചയാകുമ്പോഴേക്കും അത് നല്ലവണ്ണം ഉലർന്നു പോകും. അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കൂട്ടിയത് ട്ടാ. കുട്ടികളെ 2 ടിഫിൻ ബോക്സിലേക്ക് ഉപ്പുമാവ് തയ്യാറാക്കി വെച്ചു. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ചെറിയ മോക്കാണ് ഈ ടിഫിൻ ബോക്സിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുന്നത് ട്ടാ. അങ്ങനെ അവൾക്ക് ഉപ്പുമാവും കറിയും തയ്യാറാക്കി കൊടുത്തു. അതൊക്കെ ടിഫിൻ ബോക്സിലേക്ക് വെച്ച് അതിൻ്റെ മൂടിയെടുത്ത് ബോക്സ് അടച്ച് വെച്ചിട്ടാ. ഈ ടിഫിൻ ബോക്സിൽ ചൂടുള്ളതൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്ലേറ്റിലേക്ക് ഉപ്പുമാവ് എടുത്ത് വെച്ച്. ഉപ്പുമാവ് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് വെച്ചത്. ഇത് എൻ്റെ ചെറിയ കുട്ടീൻ്റെ ടിഫിൻ ബോക്സാണ്. രണ്ടാമത്തോളത് സ്റ്റീലിൻ്റെ ടിപ്പിയാണ്. അത് ചെറിയ ടിഫിൻ ബോക്സാണ്. വീഡിയോയിൽ വലുതായി കാണും. അത് ചെറിയ കുഞ്ഞ് ടിപ്പിയാണ്. അവൾ അതിലാണ് കൊണ്ടുപോകുന്നത്. വലിയ ബോക്സ് കൊണ്ടുപോകണം അവൾക്ക് ഇഷ്ടമല്ല.
ബാഗ് പൊന്തി നിൽക്കുമെന്നാണ് അവൾ പറയുന്നത്. അത് കാരണം അന്ന് കുഞ്ഞ് ടിഫിൻ ബോക്സാണ്, അതാണ് അവൾ കൊണ്ടുപോകുന്നത്. കറി ഒഴിക്കുന്ന പാത്രം എടുത്തു. അതിലേക്ക് 2-3 കഷ്ണം ചിക്കനും കുറച്ച് സാലനിയും ഒഴിച്ച് കൊടുത്തിട്ടാ. ചെറിയ ബോക്സ് ആയത് കാരണം ഒരുപാട് കറിയൊന്നും കൊടുക്കാൻ പറ്റില്ല, കുറച്ച് മാത്രം കൊടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. അത് 2 കുട്ടികൾക്ക് വേണ്ടിയാണ്. എൻ്റെ കുട്ടീൻ്റെ കൂടെ അവളെ പ്രായമുള്ള ഒരു ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ 2 ആൾക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഈ ടിഫിൻ ബോക്സിൽ കൊടുക്കുന്നത്. അതെന്നും ഞാൻ ഒരാൾക്ക് കരുതി കൊടുക്കും. കുട്ടികളല്ലേ, സ്കൂളത്തെ ഭക്ഷണം ചില കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവളെ കൂട്ടുകാരിക്കും കൂടിയാണ് ഞാനത് കരുതി കൊടുക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് തീരെ സ്കൂളത്തെ ഭക്ഷണം തീരെ ഇഷ്ടമല്ല. അവർക്ക് വയറ്റിൽ പിടിക്കില്ല. അവിടുത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന. എൻ്റെ മൂത്ത മകൾ തന്നെ ചെറുതായിരിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ മുതൽ ഞാൻ കൊടുത്തു വിടുന്നതാണ്. പിന്നെ 2 ആളും 3 ആളും ഇപ്പം 3-ാമത്തത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് പറയും. അപ്പം നമ്മൾ അവരെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കും. അവർ കുറച്ചല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ടിപ്പിലേക്ക് കറിയെല്ലാം ഒഴിച്ച് വെച്ച് അത് വലിയ ബോക്സിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. കുട്ടികൾക്ക് ക്ലാസ്സിൽ നേരം വൈകുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറാണ്. 10:30 അവിടെ ബെല്ലടിക്കും. അത് കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടും. അപ്പോൾ അതിന് നേരത്തെ തന്നെ അവിടെ എത്തണം. 2-ാമത്തോൾക്കും 9 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ അവളെ ബസ്സും പോവും. ടിപ്പി മൂടി വെച്ചിട്ടാ 2 ആളുടെ ടിഫിൻ ബോക്സിലേക്കും ഫുഡ് തയ്യാറാക്കി വെച്ച് കൊടുത്തിട്ടാ. ചെറിയ ആൾക്ക് ചുടുവെള്ളം കൊണ്ടുപോകണം. അപ്പോൾ അയാൾക്ക് സ്റ്റീലിൻ്റെ ഉപ്പിൽ ചുടുവെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടിക്ക് ചായ കൊടുക്കാൻ അവൾക്ക് ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതാണ് അവൾക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇറച്ചി കറിയിട്ട് ഉപ്പുമാവ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി ഇതിൻ്റെ മറുപടി കമൻറ്റിൽ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക.